പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ എങ്ങനെയാണ് രമേശ് പിഷാരടിക്ക് വിജയിക്കാൻ കഴിയുന്നത്? അവിടെ CPM പൊതുസ്വതന്ത്രനെ നിർത്തിയപ്പോൾ, LDF പൊതുസ്വതന്ത്രനെ നിർത്തിയപ്പോൾ അവിടെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ നിർത്തി. കാര്യം LDF വിജയിക്കുന്ന സ്ഥലമല്ലല്ലോ, അവിടെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാളെ നിർത്തി. എന്നാൽ ശോഭാ സുരേന്ദ്രൻ BJPയുടെ ശക്തയായ കാൻഡിഡേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവർ അവിടെ മത്സരിക്കുമ്പോൾ രമേശ് പിഷാരടിയെ കൊണ്ടുവരുമ്പോൾ ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഡിവൈഡ് ചെയ്യാൻ MP ഉണ്ടല്ലോ, ഒരു അഭിനവ നേതാവുണ്ടല്ലോ, അപ്പോൾ അദ്ദേഹം കൂടെ ഇറങ്ങി അവിടെ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാം, കൺസോൾട്ടേഷൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങി ആ വോട്ടിനെ ഡിവൈഡ് ചെയ്യുന്ന തരത്തിലേക്ക് പോയാൽ, ആ വോട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടാൽ അവിടെ വിജയിക്കുന്നത് ആരായിരിക്കും? ആ മണ്ഡലത്തിന്റെ പശ്ചാത്തലം അറിയാമെന്നുള്ളവർ ശ്രദ്ധിക്കണം. അവിടെ വിജയിക്കുന്നത് BJP ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് നേട്ടം? ആ നേട്ടമെന്ന് പറയുന്നത് അവിടേക്ക് വീണ്ടും ഈ പറഞ്ഞ ആൾക്ക് രംഗപ്രവേശനം ചെയ്യണമെങ്കിൽ ആ സീറ്റ് BJP വിജയിച്ചാൽ മാത്രമേ കഴിയൂ. അത് വ്യക്തമായ ആർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ വിവരം വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചില്ല എങ്കിൽ പാലക്കാട് BJP വിജയിക്കുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് പാലക്കാട്ടാണല്ലോ ഡീൽ ആരോപണം ഉന്നയിച്ചത്? എന്തുകൊണ്ടാണ് കോൺഗ്രസിന് പാലക്കാട് ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് K മുരളീധരനെ കൊണ്ടുപോയി പാലക്കാട്ട് മത്സരിപ്പിക്കാത്തത് കോൺഗ്രസ്? എന്തുകൊണ്ടാണ് രമേശ് പിഷാരടിയെ കൊണ്ടുവന്ന് പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയത്? രമേശ് പിഷാരടി കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തനായ സ്ഥാനാർത്ഥിയാണോ? ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ 40,000-ത്തിലധികം വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ പാലക്കാട്ട് പിടിച്ചിട്ടുള്ളത്, അല്ലേ? ശോഭാ സുരേന്ദ്രൻ BJPയുടെ ശക്തിയായ സ്ഥാനാർത്ഥിയാണ്. എന്തുകൊണ്ടാണ് BJPയുടെ ശക്തിയായ സ്ഥാനാർത്ഥിയെ നേരിടാൻ പാലക്കാട്ട് ഒരു കോൺഗ്രസിന്റെ ശക്തനായ സ്ഥാനാർത്ഥി വരാതിരുന്നത്? എന്തുകൊണ്ടാണ് നിയമമണ്ഡലത്തിലാണല്ലോ കഴിഞ്ഞ തവണ K മുരളീധരൻ മത്സരിച്ചത്? എന്തുകൊണ്ടാണ് നിയമമണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അസംബ്ലിയിൽ വിജയിച്ചു നിൽക്കുകയാണ്? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നേമത്ത് BJPക്ക് ലീഡുണ്ട്. എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്താൻ നേമത്ത് ശക്തനായ ഒരു പോരാളിയെ കോൺഗ്രസ് രംഗത്തിറക്കാതിരുന്നത്? പക്ഷേ K മുരളീധരനെ പോലെ അല്ലെങ്കിൽ ആ നിരയിൽ നിൽക്കുന്ന ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേമത്ത് ഇറക്കാതിരുന്നത്? അപ്പം ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വരാം. കോൺഗ്രസ് 10 ആരോപണങ്ങൾ അങ്ങോട്ട് ഉന്നയിക്കുമ്പോൾ ഒരു 20 ആരോപണങ്ങൾ തിരിച്ചും കോൺഗ്രസ് നേരിടേണ്ടി വരും ഈ വിഷയത്തിൽ. പക്ഷേ പച്ച വർഗീയതയാണ് BJP കാട്ടുന്നത്. അതിന് സമാനമായ